മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ശരീരവും ശാരീരിക ആവശ്യങ്ങളും എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, ഉല്ലസിക്കുക, സുഖിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നു. എന്നാൽ മനുഷ്യന് ശരീരവും മനസ്സും ആത്മാവുമുണ്ട്. മനുഷ്യന് വിശേഷബുദ്ധിയും വിവേചനശേഷിയുമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് പുരോഗതിയും വളർച്ചയുമുണ്ട്. അവന് അവന്റെ ജന്മവാസനകളെ നിയന്ത്രിക്കാം. മനുഷ്യൻ അവന്റെ ചിന്താശേഷിയും വിവേചന ബുദ്ധിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജന്മവാസനകളെ നിയന്ത്രിക്കുന്നതാണ് മാനവികത. അങ്ങനെ ജീവിക്കുമ്പോൾ അവന് ഉന്നതനും ഉത്കൃഷ്ടനുമാകാം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അവർക്ക് കരയിലും കടലിലും നാം വാഹനങ്ങൾ നൽകിയിരിക്കുന്നു. അവർക്ക് നല്ല ഭക്ഷണം നൽകിയിരിക്കുന്നു. മറ്റു സൃഷ്ടികളിൽ നിന്ന് ഉത്കൃഷ്ടരാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉത്കൃഷ്ടതയുടെ കാര്യത്തിൽ, ആദരണീയതയുടെ കാര്യത്തിൽ സ്ത്രീ പുരുഷ വിവേചനം ദൈവം കാണിച്ചിട്ടില്ല. ഒരേ സത്തയിൽ നിന്നും ഒരേ സ്വത്വത്തിൽ നിന്നുമാണ് ദൈവം സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചത്. ഓ മനുഷ്യരെ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ആ ദൈവത്തെ സൂക്ഷിക്കുക. അതിൽ നിന്ന് തന്നെ അവൻ അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു. അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നുമായി ധാരാളം സ്ത്രീ പുരുഷന്മാരെ ലോകത്ത് വ്യാപിപ്പിക്കുകയും ചെയ്തു. ആദമിനെ സൃഷ്ടിച്ച അതേ ആത്മാവിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ ഒരിക്കലും അധമയോ അധകൃതയോ ആകുന്നില്ല. മാത്രവുമല്ല, അക്ഷരത്തിലും അർത്ഥത്തിലും സമൂഹത്തിന്റെ പകുതിയായ സ്ത്രീകളെ അവഗണിച്ചുകൊണ്ട് ഒരു സാമൂഹിക വിപ്ലവം സാധ്യവുമല്ല. ചരിത്രത്തിൽ എവിടെയും സ്ത്രീയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സാമൂഹിക വിപ്ലവം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുടെ ഉത്ഭവസ്ഥാനമായ ഹാജറ സുഖലോലുപതയും കൊട്ടാര ജീവിതവും വെടിഞ്ഞ് സ്വർഗത്തിൽ ദൈവഭവനം ലക്ഷ്യം വച്ച ആസിയ, പ്രവാചകൻ യേശുവിന്റെ ജനനത്തിനായി അള്ളാഹു പരിശുദ്ധയാക്കിയ മറിയം, പ്രവാചകന് ധൈര്യവും സ്ഥൈര്യവും നൽകി കൂടെ നിന്ന ഖദീജ, പണ്ഡിതയും ബുദ്ധിശാലിനിയുമായ ആയിഷ, ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിനി സുമയ്യ, സ്വന്തം മകനെ യുദ്ധക്കളത്തിലേക്ക് തള്ളിവിട്ട അസ്മാ, തർക്കിക്കുന്നവളെന്ന് ഖുർആൻ പേര് നൽകിയ ഖൗല, സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ച് ഹിജ്റ പോയ ഉമ്മു കുൽസൂം, മഹ്റായി അബൂ തൽഹയുടെ ഇസ്ലാം സ്വീകരണം വേണമെന്ന് ശഠിച്ച മിൽഹാന്റെ മകൾ ഉമ്മു സലൈം, കൊട്ടാര ജീവിത സൗകര്യങ്ങളെല്ലാം ത്യജിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യ ഫാത്തിമ, ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ എന്റെ ദുർബലമായ ഈ കൈകൾ കൊണ്ട് നിങ്ങളെ ഞെരിച്ചു കൊല്ലുമെന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെ മാതാവ് ബി ഉമ്മ, ആദർശത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രം ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സൈനബുൽ ഗസാലി, മുസ്ലിം ലോകത്തിലെ ശ്രദ്ധേയായ എഴുത്തുകാരി ഫാത്തിമ ഹീറൻ, 1982 സോവിയറ്റ് സൈന്യം അഫ്ഗാനിസ്ഥാനിലെ അബീർ പട്ടണം ആക്രമിച്ചപ്പോൾ 2 മക്കളെ യുദ്ധത്തിന് പറഞ്ഞയച്ച നൂർ ബീവി, ഇസ്ലാമിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ മലിക സലാഹ് ബെഗോവിച്ച്, പ്രശസ്ത പത്രപ്രവർത്തക ഇവാൻ റിഡ്ലി, ലോക പ്രശസ്ത എഴുത്തുകാരി കമല സുരയ്യ, കൊക്കക്കോളക്കെതിരെ സമരം നയിച്ച മൈലമ്മ, സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ അരുന്ധതി റോയ്, എൻഡോസൾഫാനെതിരെ സമരം നയിച്ച ലീലാകുമാരി, മുത്തങ്ങയിലെ ആദിവാസികൾക്ക് വേണ്ടി സമരമുഖത്ത് ഉറച്ചുനിന്ന സി കെ ജാനു, ആരോരുമില്ലാത്തവരുടെ ജീവിതഗാഥ സത്യസന്ധമായി വരച്ചു കാട്ടിയതിന് നോബൽ സമ്മാനം നേടിയ ഹെർത്ത് മുള്ളർ, വീട്ടിൽ അതിക്രമിച്ചു കടന്ന തീവ്രവാദികളെ വധിച്ച് പ്രശസ്തയായ കാശ്മീരി പെൺകുട്ടി റുക്സാന കൗസർ. അങ്ങനെ പോകുന്നു സമൂഹത്തിന്റെ നിർമ്മിതിയിലും സമരമുന്നേറ്റങ്ങളിലും സ്ത്രീ സാന്നിധ്യം. ഇവരെല്ലാം നിലവിലുള്ള സാമൂഹിക സാഹചര്യങ്ങൾക്കെതിരായി അല്ലെങ്കിൽ സാമൂഹിക മാറ്റത്തിന് വേണ്ടി ശ്രമിച്ച പടനയിച്ച പടപൊരുതിയ ആകുന്നു. മുമ്പേ നടന്നവരും മുമ്പിൽ നടക്കുന്നവരുമായ ഇവരിൽ നിന്നും, ഇവിടെ പേരെടുത്ത് പറയാത്ത മഹൽ വ്യക്തിത്വങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ചരിത്രത്തിൽ എവിടെയും സാമൂഹിക വിപ്ലവ രംഗത്ത് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, സാമൂഹിക വിപ്ലവത്തിന് സ്ത്രീ സാന്നിധ്യം അനിവാര്യമാണെന്നുകൂടിയാണ്. അപ്പോൾ നിലവിലുള്ള സാമൂഹിക സാഹചര്യം എന്തൊക്കെയാണ്? അവയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ചിന്തിക്കേണ്ടതാണ്. സ്നേഹം, ദയ, കരുണ, സഹാനുഭൂതി, സമഭാവന, സമസൃഷ്ടി സ്നേഹം തുടങ്ങിയ സൽഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന മാനവിക സംസ്കാരത്തിനു നേരെയാണ് പടിഞ്ഞാറൻ മുതലാളിത്ത സംസ്കാരത്തിന്റെ കടന്നുകയറ്റമുണ്ടായത്. ഈ സംസ്കാരത്തിന്റെ അടിസ്ഥാനമാകട്ടെ ഭൗതികതയാണ്. ഈ സംസ്കാരത്തിൽ മനുഷ്യനെക്കുറിച്ചുള്ള വീക്ഷണം കേവലം ഒരു ജന്തു എന്ന് മാത്രമാണ്.
ഈ സംസ്കാരത്തിന്റെ ജീവിത ലക്ഷ്യം തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, സുഖിക്കുക, ഉല്ലസിക്കുക എന്നിവയാണ്. മരണത്തിനപ്പുറം മറ്റൊന്നില്ല എന്ന വിശ്വാസത്തിന്റെ ഫലമായി ഇഹലോക ജീവിതാസ്വാദനം പരമലക്ഷ്യമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ജീവിതോല്ലാസത്തിനായി എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്നത് മനുഷ്യന്റെ ജീവിതാഭിലാഷമായി തീരുന്നു. അതിരുകളില്ലാത്ത ആർത്തി മനുഷ്യനെ പിടികൂടിയിരിക്കുന്നു. ഭൗതിക മോഹങ്ങളുടെ അടിമയാണിന്നവൻ. ആർത്തി പൂണ്ട മനസ്സാണ് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല. കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികളെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ജീവിതമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നതൊക്കെയും കിട്ടണമെന്ന് കൊതിക്കുന്നു, ശഠിക്കുന്നു. എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുന്നു. കിട്ടിയതൊക്കെയും കെട്ടിപ്പൂട്ടി വെക്കുന്നു. എല്ലാം എനിക്ക് എന്ന ചിന്താഗതി ഉടലെടുക്കുന്നു. സഹായം, സേവനം എന്നിവയൊക്കെ കടങ്കഥകളായി മാറിയിരിക്കുന്നു. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം. ശരിയും തെറ്റും, നീതിയും അനീതിയും ഇവിടെ പ്രശ്നമല്ല. കളവ്, ചതി, കവർച്ച, പിടിച്ചുപറി, അഴിമതി, കൊള്ളാക്കൊല, എന്ത് കടുങ്കയും ചെയ്യാൻ മടിയില്ലാതായിരിക്കുന്നു. കേരള സമൂഹത്തെ അടിമുടി ഗ്രസിച്ചു കഴിഞ്ഞ അപകടകരമായ ഉപഭോഗ പ്രവണതയിലേക്കാണ് സർക്കാർ തന്നെ സംവിധാനം ചെയ്ത ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലുകൾ വിരൽ ചൂണ്ടുന്നത്. കേരളം ഒരു ഉപഭോഗ കോളനി എന്ന നിലക്കാണ് അറിയപ്പെടുന്നത്. ഉൽപാദന പ്രവർത്തനങ്ങൾ വളരെ കുറവും ഉപഭോഗം അതിഗംഭീരവുമായി നടക്കുന്ന ഒരു സംസ്ഥാനം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ നാടുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റ് പവർ ഹൌസ് എന്ന ഖ്യാതിയാണ് കേരളത്തിനുള്ളത്. ഏത് ഉൽപ്പന്നത്തിന്റെയും കമ്പോള സാധ്യതകൾ പരീക്ഷിച്ചറിയാൻ വൻകിട ബിസിനസ്സുകാരും കോർപ്പറേറ്റ് സംഘങ്ങളും ആദ്യമെത്തുന്നത് കേരളത്തിലാണ്. വാങ്ങിച്ചു കൂട്ടുക, ചെലവാക്കുക എന്നത് മലയാളിയുടെ നിയന്ത്രിക്കാനാകാത്ത ശീലമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ ഉപഭോഗത്തിൽ 12% കൈയടക്കിയിരിക്കുന്നത് 3.5% മാത്രം വരുന്ന കേരളീയരാണെന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതിയല്ല. ഇവിടെ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്നീ വിവേചനം പാലിക്കപ്പെടുന്നില്ല. ആഡംബരവും ആർഭാടവും മേനിയഴകും പൊങ്ങച്ചവുമൊക്കെ പ്രദർശിപ്പിക്കാൻ ഉപകരിക്കുന്ന സാധനങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നതിലാണ് ആസക്തി. അനാരോഗ്യവും ക്രമാതീതമായ ആഹാര സാധനങ്ങളുടെ ഉപഭോഗവും നിമിത്തം ഇവിടെ മരുന്ന് കച്ചവടവും പൊടിപൊടിക്കുന്നു. മരുന്നിന് മാത്രമായി ഓരോ വർഷവും 400 കോടി രൂപയ്ക്ക് മേൽ മലയാളി ചിലവഴിക്കുന്നു. കേരളീയരുടെ ഉപഭോഗശീലത്തിന്റെ രൂക്ഷത മനസ്സിലാക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗം മാത്രം പരിശോധിച്ചാൽ മതിയാകും. 2007 മാത്രം 2100 കോടി രൂപയാണ് മലയാളികൾ മൊബൈൽ ഫോണിൽ വിളിച്ചു തീർത്തത്. കൗമാരപ്രായക്കാരും വിദ്യാർത്ഥികളും കേരളത്തിലെ പോലെ ഇത്രയധികം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മറ്റൊരു സംസ്ഥാനവുമില്ല എന്നാണ് മൊബൈൽ കമ്പനികൾ തന്നെ പറയുന്നത്. തൊഴിൽ രഹിതരായിട്ടുള്ളവർ പോലും 6 മാസത്തിലൊരിക്കൽ ഹാൻഡ്സെറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് അമ്പരപ്പിക്കുന്ന വസ്തുതയാണ്. മലയാളികൾ ഏറ്റവും അധികം വാങ്ങുന്ന സാധനങ്ങളിൽ മുഖ്യമായ ഒരു ഇനമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. മറ്റൊന്ന് തുണിത്തരങ്ങളും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുന്നതിന് ഏകദേശം ഒരു വർഷം 600 കോടി രൂപയും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് 450 കോടി രൂപയും മലയാളി ചെലവഴിക്കുന്നുണ്ട്. നെയിൽ പോളിഷിന് മാത്രം വർഷം തോറും 5 കോടിയോളം മുടക്കുന്നുണ്ടത്രേ. കമ്പനികൾ അവരുടെ ഭാവനക്കൊത്ത് രൂപകൽപ്പന ചെയ്ത, അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഉണ്ടാക്കിയ, അവരുടെ ചൂഷണ മനസ്സ് മെനഞ്ഞെടുത്ത എല്ലാ ഫാഷനുകളുടെയും പിന്നാലെ യുവസമൂഹം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വൻ വ്യവസായികൾ പുതുപുത്തൻ ഉൽപ്പന്നങ്ങൾ പരസ്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരികയാണ്. കമ്പോള സംസ്കാരത്തിന്റെ അടിമകളായ നമ്മുടെ സ്ത്രീകൾ, ഉപഭോഗ സംസ്കാരത്തിന്റെ പിടിയിലമർന്ന നമ്മുടെ സമൂഹം ആ പരസ്യങ്ങൾക്ക് പിന്നാലെ പോകുന്നു. നമ്മുടെ ചിന്തയും ബുദ്ധിയും നാം പണയം വെച്ചിരിക്കുന്നു. തീരുമാനമെടുക്കുന്നത് കമ്പോള ശക്തികളാണ്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോഴും എന്ത് വാങ്ങണം, എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എന്ത് ധരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് നമ്മളായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാം തീരുമാനിക്കുന്നത് സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളുമാണ്. അതായത് സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികളാണ്. നമ്മൾ എന്ത് തിന്നണം, എങ്ങനെ തിന്നണം, എന്ത് കുടിക്കണം, എങ്ങനെ കുടിക്കണം, എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണം, ഏത് ബ്രഷ് കൊണ്ട് പല്ല് തേക്കണം, എങ്ങനെ തേക്കണം, ഏത് പേസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ കുളിക്കണം, ഏത് സോപ്പ് ഉപയോഗിച്ച് എങ്ങനെ നടക്കണം, ഏത് ചെരുപ്പ് ഉപയോഗിച്ച് എങ്ങനെ ചിരിക്കണം, എങ്ങനെ നോക്കണം, എല്ലാം മാധ്യമങ്ങളിലൂടെ, പരസ്യങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിരുകളില്ലാത്ത നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ചിറകുകൾ മുളപ്പിക്കുന്നു. ആഡംബര വസ്തുക്കളും അനാവശ്യ വസ്തുക്കളും വൻ പരസ്യങ്ങളിലൂടെ കണ്ണും കാതും കവരുന്ന വിധം മാർക്കറ്റിലിറക്കുന്നു.
മനഃശാസ്ത്ര യുദ്ധത്തിലൂടെ മാനസികമായി അവയ്ക്ക് അടിപ്പെടുത്തുന്നു. അനാവശ്യമായതും അനിവാര്യമല്ലാത്തതും അത്യാവശ്യമാണെന്ന് തോന്നലുണ്ടാക്കുന്നു. മസ്തിഷ്കത്തെയും മനസ്സിനെയും വികാരത്തെയും കീഴ്പ്പെടുത്തി ചില ഉൽപ്പന്നങ്ങളുടെ പേരുകൾ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു. ഉൽപാദന ചെലവിന്റെ അനേകം ഇരട്ടി വില ഈടാക്കുന്നു. വിലയുടെ 40% പരസ്യക്കൂലിയായിട്ടാണ് നാം നൽകുന്നത് എന്ന് സാധനം വാങ്ങുമ്പോൾ നാം ഓർക്കാറില്ല. അത് ചിന്തിക്കുവാൻ നമുക്ക് സമയവുമില്ല. തെറ്റായ സൗന്ദര്യ സങ്കല്പമാണ് നമ്മുടെ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ എന്നാൽ ശരീരമാണെന്നും ശരീരമെന്നാൽ സൗന്ദര്യമാണെന്നും സൗന്ദര്യമെന്നാൽ വെളുപ്പാണെന്നും ചിത്രീകരിക്കപ്പെട്ടു. സ്ത്രീയുടെ പുരികം, കവിൾ, ചുണ്ട്, തലമുടി, നോട്ടം, ചിരി എല്ലാറ്റിനും അളവും മാനദണ്ഡവും നിശ്ചയിച്ചു. ലോകസുന്ദരിമാരെയും ഇന്ത്യൻ സുന്ദരിമാരെയും കേരള സുന്ദരിമാരെയും തെരഞ്ഞെടുക്കുവാൻ സൗന്ദര്യ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഈ സുന്ദരിമാരെ മോഡലുകളായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പുരുഷന്റെ ജഡ്ഡിയുടെ പരസ്യത്തിലും വാഹനത്തിന്റെ ടയറിന്റെ പരസ്യത്തിലും എന്നുവേണ്ട ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാ പരസ്യങ്ങളിലും സ്ത്രീയെ ഉപയോഗപ്പെടുത്തുന്നു. സ്ത്രീക്ക് അസ്തിത്വമോ വ്യക്തിത്വമോ ബുദ്ധിയോ വിവേകമോ വേണ്ടതില്ലാത്തവണ്ണം സ്ത്രീയെ ദുരുപയോഗം ചെയ്യുന്നു. സ്ത്രീയുടെ പ്രവർത്തന മേഖല പരസ്യ മോഡലുകൾ, സിനിമാ സീരിയൽ നടികൾ, TV ആർട്ടിസ്റ്റുകൾ എന്നിവയിൽ ഒതുങ്ങി. ഒരു വിഭാഗം സ്ത്രീകൾ അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും മുഴുകിക്കഴിയുമ്പോൾ മറ്റൊരു വിഭാഗം സ്ത്രീകൾ അത്യാധുനിക ഫാഷനുകളിലും കേബറ നൃത്തങ്ങളിലും ഏർപ്പെട്ട് കഴിയുന്നു. ഒരു വിഭാഗം ചന്ദ്രനിലും ചൊവ്വയിലും കുടിയേറി പാർക്കാൻ പഴുതുകൾ അന്വേഷിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഇവിടെ ദിക്റുദുആ സമ്മേളനങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാർപ്പ് മാതൃക ഏകമുഖ സൗന്ദര്യ സങ്കല്പം സ്ത്രീയെ സ്ലിം ബ്യൂട്ടിയാകാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനികൾ ഭക്ഷണം കഴിക്കാതെ വിളർച്ച ബാധിച്ചവരായി. ടാബ്ലറ്റ് കഴിച്ച് ശരീരം മെലിയാൻ ശ്രമിക്കുന്നു പെൺകുട്ടികൾ. ഇത്തരം മരുന്നുകൾക്ക് വമ്പിച്ച പ്രചാരമാണ് കമ്പോളങ്ങളിൽ. എന്തിനും ഏതിനും പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയാണിന്ന്. കാരണം സ്ത്രീ പുരുഷനെ ആകർഷിക്കുവാനുള്ള ഒരു ഉപകരണമാണെന്ന ധാരണ നിലവിൽ വന്നു. അതുകൊണ്ട് അവളുടെ നോട്ടം, ചിരി, സംസാരം, ഭാവം എല്ലാം അതിനുവേണ്ടിയായി. അവൾ റെസ്റ്റോറന്റുകളിൽ, ടെലിഫോൺ ബൂത്തുകളിൽ, ജ്വല്ലറികളിൽ, ടെക്സ്റ്റൈൽസുകളിൽ, ബാർബർ ഷോപ്പുകളിൽ പുരുഷനെ ആകർഷിക്കുവാനുള്ള നോക്കുകുത്തിയായി നിന്നാൽ മതിയെന്നായി. അവളുടെ വ്യക്തിത്വത്തിനോ വിവേകത്തിനോ പ്രസക്തിയില്ലായി. അമിതമായ സൗന്ദര്യ സങ്കല്പമുള്ളതുകൊണ്ട് സഹായത്തിനായി ഇഷ്ടം പോലെ ബ്യൂട്ടി പാർലറുകൾ മുളച്ചു പൊന്താൻ തുടങ്ങി. ഈ കച്ചവട സാധ്യത മനസ്സിലാക്കിയാണ് ലാക്മെ, ലോറിയൽ തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ വരെ ബ്യൂട്ടി പാർലറുകൾ കേരളത്തിൽ പണിതുയർത്തിയത്. സമൂഹം ബ്യൂട്ടി കോൺഷ്യസും ബോഡി കോൺഷ്യസുമായതുകൊണ്ട് ജിംനേഷ്യങ്ങളും മസാജ് സെന്ററുകളും കുമിൾ പോലെ പൊങ്ങാൻ തുടങ്ങി. അവയുടെ മറവിൽ നടക്കുന്നതോ അശ്ലീലതയും ആഭാസവും. മുഖക്കുരുവും വൈനാറ്റവും മുഖത്തെ പാടുകളും തൊലിയുടെ ചുളിവുകളും വലിയ പ്രശ്നങ്ങളായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പരിഹാരകനായി മുതലാളിത്തം കടന്നുവരുന്നു. പാരാബെൻസ് പോലെയുള്ള കെമിക്കൽസ് അടങ്ങിയ ബോഡി ലോഷനുകളും ഫേസ് ക്രീമുകളും ത്വക്ക് ക്യാൻസർ, സ്തനാർബുദം തുടങ്ങിയ രോഗങ്ങൾ വരുത്തിവെക്കുന്നു. ഏറ്റവും കൂടുതൽ സ്തനാർബുദമുള്ളത് കേരളത്തിലാണെന്നും അത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പഠനം തെളിയിക്കുന്നു. മുടിക്ക് പോലും ഇന്ന് കറുപ്പ് മോശമായി. മുടിയുടെ നിറം പോലും സ്വർണ്ണവർണ്ണമാക്കാനുള്ള ക്രീമുകളും പൗഡറുകളും സാർവത്രികമായി ഉപയോഗിച്ചു വരുന്നു. വാർദ്ധക്യത്തെയും ക്യാൻസറിനെയും ചെറുക്കുന്ന മരുന്ന് കണ്ടുപിടിക്കുന്നു എന്നത് നമ്മുടെ സമൂഹത്തിന് അല്പം ആശ്വാസം നൽകിയേക്കാം. അതിന്റെയും പരീക്ഷണ കേന്ദ്രവും വിപണന രംഗവും കേരളം തന്നെയായിരിക്കാം. മുമ്പ് മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ മാറുമറക്കാതിരിക്കാൻ വേണ്ടി മുറവില കൂട്ടുകയാണെന്ന് പുരുഷ വിഭാഗം. ഇതിനെതിരെ ഒന്ന് മാറത്തടിച്ച് നിലവിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്നു നമുക്ക്. ലജ്ജ നഷ്ടപ്പെട്ട സമൂഹമാണ് നമ്മുടേത്. കാഴ്ചയും കേൾവിയും മലിനീകരിക്കുന്ന സാമൂഹിക സാഹചര്യമാണ് നമ്മുടേത്. പടിഞ്ഞാറിന്റെ രതിവൈകൃതങ്ങൾ കുടുംബത്തിലെത്തുന്ന ചാനൽ സംസ്കാരമാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വീടുകൾ സിനിമാ തിയേറ്ററുകളും വ്യഭിചാരശാലകളുമായി മാറുന്ന ദുഃഖകരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സീരിയലുകൾ സീരിയസായി ഗണിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച മഹാഭൂരിപക്ഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അശ്ലീല സാഹിത്യങ്ങളുടെ മഹാപ്രളയം തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. വാലന്റൈൻ ദിനത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ, ബാറുകളിലും ക്ലബിലുമായി യുവത ഫെബ്രുവരി 14 കുടിച്ചും മതിച്ചും തീർക്കുന്നു. ഇന്റർനെറ്റിലെ അശ്ലീല സൈറ്റുകളും സീഡികളും കൂടുതൽ ചെറുപ്പക്കാരെ കാമാസക്തിയുടെ രോഗത്തേക്ക് ആനയിക്കുകയാണ്. സ്വന്തം അമ്മയ്ക്കും സഹോദരിക്കും പോലും ഭീഷണിയായിത്തീരുന്ന യുവത
കോളേജുകളിൽ, തൊഴിൽശാലകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, സ്കൂളുകളിൽ എന്നിവിടങ്ങളിൽ എന്ന് മാത്രമല്ല വീടുകളിൽ പോലും സ്ത്രീ സുരക്ഷിതയല്ല. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റിലൂടെയുള്ള ചാറ്റിംഗ് ദുരുപയോഗം നിത്യസംഭവമാണ്. പരസ്യങ്ങളിലെ സ്ത്രീ നഗ്ന പ്രദർശനത്തിനെതിരെ മഹിളാ സംഘടനകൾ പോലും പ്രതികരിക്കുന്നില്ല. അശ്ലീല പോസ്റ്ററുകൾ കാണുമ്പോൾ അസ്വാഭാവികതയോ അരോഗജത്വമോ തോന്നുന്നില്ല. അശ്ലീലതയെയും ആഭാസത്തെയും മഹത്വവൽക്കരിക്കുന്നു. അവിഹിത ബന്ധങ്ങൾ പ്രശ്നമല്ലാതാകുന്നു. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ കുഴപ്പമല്ലാതാകുന്നു. ഉഭയസമ്മതത്തോടെയാണെങ്കിൽ വ്യഭിചാരം കുറ്റകരമല്ലാതാകുന്നു. ആഘോഷവേളകളിലെ മദ്യം, മയക്കുമരുന്ന് ഉപയോഗം സ്റ്റാറ്റസിന്റെ പ്രശ്നമായി മാറി. മ്ലേച്ഛവൃത്തികളോട് ലാഘവത്വമാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അശ്ലീലത വ്യാപിക്കുന്നു, അസാൻമാർഗികത വളരുന്നു, സദാചാരബോധം തകർക്കപ്പെടുന്നു, മനുഷ്യത്വം മൃഗീയതയ്ക്ക് വഴിമാറുന്നു. ആഘോഷമെന്നാൽ മദ്യം മോന്തലാണെന്നും എന്ന സമവാക്യം കേരളീയൻ തെളിയിക്കുകയാണ്. മനുഷ്യന്റെ ജനനം മുതൽ മരണവും അതിനുശേഷമുള്ള വ്യത്യസ്ത ചടങ്ങുകൾ, ആചാരങ്ങൾ മദ്യമുണ്ടെങ്കിലേ നടക്കൂ എന്നായി. പുതുവർഷം പുതിയ പ്രതീക്ഷയ്ക്ക് വക നൽകുമ്പോൾ നല്ല 1% യുവത യാതൊരു പ്രതീക്ഷയുമില്ലാതെ, യാതൊന്നും സ്വപ്നം കാണാതെ മയക്കത്തിലാണ്. 2008 ന്യൂ ഇയറിന് 165 കോടിക്ക് കുടിച്ചു കേരളം. അത് 2009 ആയപ്പോഴേക്ക് 200 കോടിയിലധികമായി എന്നത് നമ്മൾ കണ്ടതാണ്. മദ്യം, മയക്കുമരുന്ന്, പാൻ മസാലകളുടെ ഉപയോഗം സ്കൂൾ കുട്ടികളിൽ പോലും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. വരുമാനത്തിന്റെ 14% ഭക്ഷണത്തിനും 16% മദ്യപാനത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു ഇന്ന് കേരളീയൻ. ഇവരിൽ മദ്യം വ്യഭിചാരത്തെക്കാളും മോഷണത്തെക്കാളും നികൃഷ്ടമാണെന്ന് പഠിപ്പിച്ച ഗാന്ധിജിയുടെ സിദ്ധാന്തക്കാരും മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന അധ്യാപനം നടത്തിയ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരും മദ്യം സകല തിന്മകളുടെയും മാതാവാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുമുണ്ട് എന്നതാണ് ഏറെ ഖേദകരമായ സംഗതി. ഇത് അസാൻമാർഗികത, ചിത്തഭ്രമം, വിഷാദരോഗം, സാമ്പത്തിക തകർച്ച, ആത്മഹത്യ തുടങ്ങിയ ധാരാളം വിപത്തുകളിലേക്ക് മദ്യപാനിയെ നയിക്കുന്നു. ലഹരി ഉപഭോക്താവിന്റെ ശരാശരി ആയുസ് 40 വയസ്സാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന സാമൂഹിക വിപത്തുകൾ ദൂരവ്യാപകമാണ്. ഇണയിൽ നിന്ന് ഒരിക്കലും സ്നേഹം കിട്ടാത്ത സ്ത്രീകൾ, പിതാവിന്റെ ലാളന എന്തെന്നറിയാത്ത മക്കൾ, അയാളുടെ തന്നെ ശാസ്ത്രീയ നേട്ടങ്ങളും സാഹിത്യ സംഭാവനകളും സമൂഹത്തിന് ലഭിക്കുന്നില്ല. കാരണം അയാൾ ചിന്തിക്കാനെടുക്കുന്ന രാത്രിവേളകളും ഒഴിവുവേളകളും അയാൾ വെള്ളത്തിലാണ്. മക്കളുടെ കാര്യം സ്ത്രീകൾ മാത്രം നോക്കേണ്ടി വരുന്നു. രാത്രിബോധമില്ലാതെ വരുന്ന ഭർത്താവിന്റെ പീഡനങ്ങൾക്കിരയാവുന്ന ധാരാളം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. പിതാവ് വരുമ്പോൾ കട്ടിലിനടിയിലോ അടുക്കളയിലോ ഒളിച്ചിരിക്കുന്ന എത്രയോ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. സർക്കാരിന്റെ കുത്തഴിഞ്ഞ മദ്യനയമാണ് ഒരു പരിധിവരെ ഇതിന് കാരണം. നമ്മൾ ഉപഭോക്താക്കൾ മാത്രമാണ്. ബഹുരാഷ്ട്ര കമ്പനികൾ വിദേശ മദ്യഷോപ്പുകൾ നടത്താനുള്ള അനുമതിയിലൂടെ സർക്കാരിന് സാമ്പത്തിക ലാഭമുണ്ട്. അതുകൊണ്ട് വികസിത രാഷ്ട്രങ്ങളോട് നമ്മുടെ നാടിന് സാമ്പത്തികാടിമത്വമാണുള്ളത്. നഷ്ടം നമുക്കാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ്, നമ്മുടെ സമൂഹത്തിനാണ്. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ശബ്ദിക്കേണ്ടത് നമ്മളാണ്. കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന സങ്കല്പം തകർന്നു. റെസ്റ്റോറന്റ് ടൈപ്പ് ഫാമിലിയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒരു താവളം മാത്രമായി ഈ കുടുംബം. പരസ്പര സ്നേഹത്തിന്റെയോ കൂടിയാലോചനയുടെ ഒരു കണിക പോലും ഇന്ന് കുടുംബത്തിൽ കാണാൻ സാധിക്കുന്നില്ല. വീടുകൾ വലുതായെങ്കിലും കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറി. മാതാപിതാക്കൾ വരവില്ലാത്ത ചെലവ് മാത്രമുള്ള ശല്യങ്ങളും ശാപങ്ങളുമായി മാറി. ഡിസ്പോസിബിൾ സംസ്കാരത്തിന്റെ ഉടമകളായ നമുക്ക് മാതാപിതാക്കളെപ്പോലും ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയാമെന്നായി. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ ഹോം നഴ്സുമാരെയോ വൃദ്ധസദനങ്ങളെയോ ആശ്രയിക്കേണ്ടി വരുന്നു. കുട്ടികളെ സംരക്ഷിക്കൽ മാതാപിതാക്കൾക്ക് ഭാരമായി. കുട്ടികൾക്ക് ഡേ കെയറുകൾ ശരണമായി. സ്നേഹത്തിനു പകരം മിഠായികളും കളിക്കോപ്പുകളും നൽകി സംതൃപ്തിയടയുന്നു നമ്മൾ. ചെറുപ്പത്തിൽ സ്നേഹം ലഭിക്കാതെ വളരുന്ന കുട്ടികൾ കൗമാരപ്രായമാകുമ്പോഴേക്ക് ഇത്തിരി സ്നേഹത്തിന് വേണ്ടി അലയുകയും അവസാനം വഴിതെറ്റിയ പ്രണയങ്ങളിലും ചതിക്കുഴികളിലും പെൺവാണിഭങ്ങളിലും ചെന്നുപെടുകയും ചെയ്യുന്നു. ആൺകുട്ടികളാകട്ടെ കുറ്റകൃത്യങ്ങളിലും ലഹരി ഉപയോഗത്തിലും എത്തിപ്പെടുന്നു. ദമ്പതികൾക്കിടയിലെ ബന്ധവും സ്വാർത്ഥപൂരിതമായിരിക്കുന്നു. ബാധ്യതകൾ മറന്ന, അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകാത്ത ദമ്പതികൾ, സംസ്കാരത്തിന്റെ സർവ്വ നിബന്ധനകളെയും വെല്ലുന്ന സ്ത്രീ പുരുഷ സമത്വവാദവും സ്ത്രീ സ്വാതന്ത്ര്യവാദവും അരങ്ങ് തകർക്കുന്നുമുണ്ട്. സ്ത്രീയുടെ ആടെ അഴിക്കുകയും അഴിഞ്ഞാടുകയും അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സാക്ഷാൽ സ്ത്രീ പുരുഷ സമത്വം പുലരുകയുള്ളൂ എന്ന് ധരിച്ചവർ ഒരു വശത്ത്, സ്ത്രീയെ പുറം ലോകം കാണിക്കാതെ അറകളിലിട്ട് സാക്ഷിയിടുന്നവർ മറുവശത്ത്.
കുടുംബം ശിഥിലമാക്കുക എന്നതും ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മൾ കേട്ടതുപോലെ സാമ്രാജ്യത്തിന്റെ അജണ്ടയാണ്. കുടുംബത്തെ പൊളിക്കുക, വൃദ്ധസദനങ്ങളും ഡേ കെയറുകളും നിലനിൽക്കുക എന്നത് അവരുടെ ആവശ്യമാണ്. അവിടെയും നാം അവരുടെ ഇരകളായി മാറുകയാണുണ്ടായത്. കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള വികസനം സാധ്യമല്ല എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഒബാമയുടെയും ഹിലാരി ക്ലിന്റന്റെയും ഒക്കെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നല്ല കുടുംബം സമൂഹത്തിന്റെ വികസനത്തിന്, രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യ ഘടകമാണ്. സ്നേഹവും സ്വാസ്ഥ്യവുമുള്ള കുടുംബാന്തരീക്ഷത്തിൽ മാത്രമേ മാനസികാരോഗ്യമുള്ള പൗരന്മാർ വളർന്നു വരികയുള്ളൂ. അവരിലൂടെ മാത്രമേ നാടിന്റെ വികസനം സാധ്യമാവുകയുള്ളൂ എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും നമുക്കാണ്. ധൂർത്തിന്റെയും ദുർവ്യയത്തിന്റെ കാര്യത്തിൽ നമ്മൾ പിന്നിലല്ല. എല്ലാം ആർഭാടത്തിനും ആഡംബരത്തിനുമായി. വീടുകൾ പൊങ്ങച്ചത്തിന്റെ പര്യായമായി. ഹൗസിംഗ് ലോണുകൾ സുലഭമായി. എന്തിനും ഏതിനും ലോൺ എടുക്കുക എന്നത് മലയാളിക്ക് ഫാഷനായി. കടം വാങ്ങി ചെലവാക്കുക എന്നതായി മലയാളിയുടെ ശീലം. ഫർണിച്ചറുകൾ അലങ്കാര വസ്തുക്കളായി. പ്ലേറ്റും ഗ്ലാസും ഷോക്കേസുകളിൽ കാഴ്ച വസ്തുക്കളായി. പാദരക്ഷകളുടെ ഹീൽ കൂടുന്നതിനനുസരിച്ച് ഫാഷൻ കൂടാൻ തുടങ്ങി. ഓരോ ഫംഗ്ഷനും ഓരോ ഡ്രസ് നിർബന്ധമായി. പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത കല്യാണ സാരിക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കാൻ നമ്മൾ തയ്യാറായി. വിവാഹം വീട്ടിൽ വെച്ചാണെങ്കിൽ പോകാൻ മടിയാണ് നമുക്ക്. ഹാളിൽ വെച്ചാണെങ്കിൽ അതാണ് കൂടുതൽ സ്റ്റാറ്റസ്. കേരളീയരിൽ ബഹുഭൂരിഭാഗവും കടക്കണിയിലാണ്. ബാങ്ക് ലോണിനോ ബ്ലേഡ് പലിശക്കോ തലവെച്ചു കൊടുത്ത ഹതഭാഗ്യരാണ് നമ്മിൽ പലരും. ഈ ജീവിത രീതി ഒരിക്കലും തീരാത്ത സാമ്പത്തിക തകർച്ചയിലാണ് നമ്മെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ പൊങ്ങച്ചത്തിനും ആർഭാടത്തിനും വേണ്ടി വട്ടിപ്പലിശക്കും ബ്ലേഡ് പലിശക്കും കാശ് വാങ്ങി അവസാനം കൂട്ടമായും ഒറ്റയായും ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ദിനം പ്രതി 30 പേരെങ്കിലും കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെയും സ്ത്രീയാണ് ഒരുപക്ഷെ പുരുഷനെ ഇത്തരം പൊങ്ങച്ച പ്രകടനങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിനാൽ വിപ്ലവ ശ്രമത്തിന് സ്ത്രീ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത്. കേരളത്തിന്റെ ഉൽപാദന മേഖല മുരടിച്ചു കിടക്കുകയാണ്. ആർഭാട ആഡംബര ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, പച്ചക്കറി, പാൽ, അരി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളും മറുനാടുകളിൽ നിന്നാണ് കേരളത്തിലെത്തുന്നത്. ഒരു ലോറി സമരമുണ്ടായാൽ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. കേരളം പട്ടിണിയിലാകുന്നു. വിഷമയമായ ഭക്ഷ്യപദാർത്ഥങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കാൽസ്യം കാർബൈഡ് അടങ്ങിയ പഴങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അത് സമ്മാനിക്കുന്നതോ മരവിപ്പ്, ലോ പ്രഷർ, ബലക്ഷയം തുടങ്ങിയ രോഗങ്ങളും. പച്ചമുളക് പോലും വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ നാം ശ്രമിക്കുന്നില്ല. അടുക്കളത്തോട്ടം എന്ന സംഗതി എന്നേ നാം മറന്നുപോയി. വിത്തുകൾ പോലും ഇറക്കുമതി ചെയ്യുകയാണ് ഇവിടെ. എന്തും വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിൽ ഉൽപാദനത്തിന് പ്രസക്തിയില്ല. ഉൽപാദനം കൂടാതെയുള്ള ഉപഭോഗം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമില്ല. അതുകൊണ്ട് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. കേരളത്തിലെ തൊഴിൽ രഹിതരുടെ എണ്ണം 40 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കൂലിത്തല്ലിനും ഗുണ്ടാപ്പണിക്കും സമരാഭാസങ്ങൾക്കും ഹർത്താലിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പെൺവാണിഭങ്ങൾക്കും ഒക്കെ ഹർത്താലുകളുടെയും പണിമുടക്കുകളുടെയും സമരങ്ങളുടെയും സ്വന്തം നാടായ കേരളത്തിൽ ഇഷ്ടം പോലെ ആളെ കിട്ടുകയും ചെയ്യുന്നു. മേനിയഴകിൽ കേന്ദ്രീകരിച്ച ഇവിടെ ഉപഭോഗ നാഗരികത, സ്വർണത്തോടുള്ള ഭ്രമം മലയാളികളെ പൊതുവെയും സ്ത്രീ സമൂഹത്തെ വിശേഷിച്ചും ഒരു ബാധ പോലെ ആവേശിച്ചിരിക്കുകയാണ്. സ്വർണ്ണാഭരണങ്ങൾ ഇത്രയധികം വാങ്ങിച്ചു കൂട്ടുകയും സമ്പത്ത് മഞ്ഞലോഹത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കേരളത്തിലെപ്പോലെ ലോകത്ത് മറ്റൊരിടത്തുമില്ല. സർവാഭരണ വിഭൂഷിതയായി സഞ്ചരിക്കുന്ന സ്വർണ്ണക്കടയായി, മൊബൈൽ ജ്വല്ലറിയായി ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ കാണുമ്പോൾ അറപ്പാണ് യഥാർത്ഥത്തിലുള്ളവാകാറുള്ളത്. വിവാഹ കമ്പോളങ്ങളിലെയും അവിഭാജ്യ ഘടകമാണ് സ്വർണം. സ്ത്രീധനം യഥാർത്ഥത്തിൽ കുറ്റകരമായ സംഗതിയായിരുന്നിട്ട് പോലും നിർവിഘ്നം തുടരുന്നത് സ്വർണ്ണ വ്യാപാരികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ടാണ്. കുറഞ്ഞത് 50 പവനെങ്കിലും ഇല്ലെങ്കിൽ ഒരു ശരാശരി മലയാളിക്ക് വിവാഹം നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ വിവാഹപ്രായം കഴിഞ്ഞിട്ടും നിത്യകന്യകളായി കഴിയേണ്ടി വരുന്നു. മറുവശത്ത് സ്ത്രീധന മരണങ്ങളും സ്റ്റൗ പൊട്ടിത്തെറികളും സ്ത്രീധന കൊലകളും പെരുകുന്നു. 100 പവൻ തികയാത്തതിന്റെ പേരിൽ വരന്റെ ശാഠ്യം സഹിക്കാനാകാതെയാണ് വിവാഹ മണ്ഡപത്തിൽ താലി ഉപേക്ഷിച്ച് കൊല്ലത്തുകാരി ശ്രീകല കേസ് കൊടുക്കാൻ പോയത്. നിർവാഹമില്ലാത്തതുകൊണ്ട് വിവാഹത്തിന് വേണ്ടി സ്വർണ്ണക്കുമ്പാരം വാങ്ങിച്ച് കടം കയറി മുടിയുന്ന എത്രയോ കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. ഒടുങ്ങുന്ന എത്രയോ ജീവിതങ്ങളും. ഇവിടെയാണ് നമുക്ക് സാമൂഹിക വിപ്ലവം നിർവഹിക്കുവാനുള്ളത്. ജീവിതത്തിലൂടെ മാതൃക കാണിച്ചുകൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹിക വിപ്ലവം നാം നേടിയെടുക്കേണ്ടതുണ്ട്. കമ്പോള സംസ്കാരത്തിന്റെ ഈ കാലഘട്ടത്തിൽ ലാഭനഷ്ടങ്ങൾ മാത്രം ചിന്തിക്കാനേ നമുക്ക് നേരമുള്ളൂ. എല്ലാം സാമ്പത്തിക ലാഭം നോക്കി മാത്രം.
മനുഷ്യബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുമെല്ലാം ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആകെ കൂടി കൂട്ടിക്കിഴിക്കലുകളുടെ ലോകത്താണ് നാം ഉള്ളത്. കുടുംബത്തിലും ഈ കണക്കുകൂട്ടലുകൾ നടക്കുന്നു. ഭാര്യ ഗർഭിണിയായാൽ 18-20 വർഷങ്ങൾക്ക് ശേഷം വരവോ ചെലവോ, ഗർഭസ്ഥ ശിശു ജനിക്കണമോ കൊല്ലപ്പെടണമോ, ഭ്രൂണഹത്യയും ശിശുഹത്യയും പെരുകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൊലക്കളം പ്രസവ വാർഡുകളാണ്. കേരളത്തിൽ ദിനംപ്രതി 1500 ഭ്രൂണഹത്യയെങ്കിലും നടക്കുന്നു. ഇന്ത്യയിൽ ഭ്രൂണഹത്യക്ക് ലൈസൻസ് ഉള്ള 600 സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിൽ വർഷം തോറും 78,000 ഭ്രൂണഹത്യകൾ നടക്കുന്നു എന്നതാണ് കണക്ക്. ഭ്രൂണഹത്യകൾ 90% നടക്കുന്നത് വിവാഹിതരിലാണ് എന്നതാണ് ഏറെ ദുഃഖകരമായ വസ്തുത. പല ആശുപത്രികളുടെയും വരുമാന മാർഗം തന്നെ ഗർഭഛിദ്രവും പ്രസവം നിർത്തലുമാണ്. കലങ്ങിയ ഭ്രൂണം വളം നിർമ്മാണം, ലൈംഗികോത്തേജക മരുന്നുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഭ്രൂണഹത്യയെ പോലെ തന്നെ ശിശുഹത്യയും ഏറ്റവും കൂടുതൽ നടക്കുന്നത് പെൺകുട്ടികളിലാണെന്ന് തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വ്യക്തമാക്കുന്നു. ഹരിയാനയിൽ പെൺഭ്രൂണഹത്യ കാരണമായി വിവാഹം കഴിക്കാൻ പെൺകുട്ടികളില്ലാതെ കേരളത്തിൽ വന്ന് വിവാഹം കഴിക്കുന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി. ഇരട്ടക്കുട്ടികളായ നവജാത പെൺകുട്ടികളെ ബ്ലേഡ് കൊണ്ടും കഴുത്ത് ഞെരിച്ചും കൊന്നത് പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. അന്ധവിശ്വാസങ്ങളുടെ പേരിലും ഏറ്റവും നിഷ്കരണമായ പീഡനമാണ് പെൺകുട്ടികളോട് ചെയ്യുന്നത് എന്ന് വാർത്താമാധ്യമങ്ങൾ നമ്മോട് വിളിച്ചോതുന്നു. പെൺകുട്ടികളെ വിദേശത്തേക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യം കാരണം പെൺകുട്ടികൾ വേശ്യാവൃത്തിയിൽ ശരണം പ്രാപിക്കുന്നു. ജോലി ആവശ്യാർത്ഥം വിദേശങ്ങളിലെത്തുന്ന സ്ത്രീകൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു. ആസ്ട്രേലിയ, നോർവേ, US, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്ക് വേണ്ടി കയറ്റി അയക്കപ്പെടുന്നു. ഇടയാളന്മാരും ചുക്കാൻ പിടിക്കുന്നവരും സ്ത്രീകൾ തന്നെയാണ് എന്നതാണ് ഏറെ ഖേദകരമായ വസ്തുത. പെൺവാണിഭങ്ങളിൽ അമ്മമാരും പ്രതികളും കൂട്ടിക്കൊടുപ്പുമാരുമാകുന്നു. പീഡനങ്ങളിൽ പിതാക്കളും ഗുരുനാഥന്മാരും പ്രതികളാകുന്ന വാർത്തകൾ നിത്യേനയെന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വവർഗരതിക്കു വേണ്ടി പുരുഷന്മാർ ബാലന്മാരെ ഉപയോഗിക്കുന്നതിന്റെ എണ്ണവും ദിനംപ്രതി ഏറി വരികയാണ്. നിയമസാധുത കൂടിയായപ്പോൾ അത് ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. പെൺകുട്ടികളെ പോലെ മുടി നീട്ടി വളർത്തി മേക്കപ്പ് ചെയ്ത് ആണും പെണ്ണും കെട്ട് നടക്കുന്ന ചെറുപ്പക്കാർ ടൗണുകളിൽ നിത്യകാഴ്ചയാണ്. ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന സംഗതി ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ നശിച്ചത് ലൈംഗികാരാജകത്വം കൊണ്ടായിരുന്നു എന്നതാണ്. ലൈംഗിക വിപ്ലവവും അധാർമികതയും സ്വവർഗരതിയും മനുഷ്യനെ എയ്ഡ്സ്, എബോള തുടങ്ങിയ മാരക രോഗങ്ങൾ കടിമപ്പെടുത്തുമെന്ന സംഗതി അശ്ലീലത തലക്ക് പിടിച്ചവർ ഓർക്കാറില്ല. ചികിത്സാ രംഗവും അതുപോലെ വിദ്യാഭ്യാസ രംഗവുമെല്ലാം തന്നെ മുതലാളിത്ത സാംസ്കാരിക അധിനിവേശത്തിന്റെ പിടിയിലാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഹോസ്പിറ്റലുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പേരിൽ പോലും നമ്മൾ പൊങ്ങച്ചു നടിക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യവും മറിച്ചല്ല. വിദ്യാഭ്യാസവും കുത്തക മുതലാളിമാരുടെയും കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെയും കൈകളിലാണ്. പഠനം പണക്കാർക്ക് മാത്രം സാധ്യമാകുന്ന പാവപ്പെട്ടവർക്ക് കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു. നിയമപാലകർക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത റാഗിംഗ് കൊണ്ട് ന്യൂ കമേഴ്സ് വിദ്യാർത്ഥികൾ പൊറുതിമുട്ടുന്നു. മറ്റുള്ളവരെ അടിച്ചമർത്തി കീഴടക്കി ഭരിക്കുക എന്ന ആശയത്തിന്റെ പ്രചാരണത്തിൽ നിന്നാണ് റാഗിങ്ങും ഉടലെടുക്കുന്നത്. ചെറിയ കുട്ടികളുടെ കമ്പ്യൂട്ടർ ഗെയിമുകളിൽ പോലും പലതും ഇത്തരം ശീലങ്ങളാണ് കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസമാവട്ടെ കേവലം ഇറച്ചിക്കോഴികളെ പോലെ നിർവികാരരായ യന്ത്രമനുഷ്യരെ പോലുള്ള വിദ്യാസമ്പന്നരെയാണ് സൃഷ്ടിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയോ സാംസ്കാരികമായ സമ്പന്നതയോ നൽകാൻ ഉതകുന്നതല്ല ഇന്നത്തെ വിദ്യാഭ്യാസം. എങ്ങനെയെങ്കിലും പഠിക്കണം, സർട്ടിഫിക്കറ്റ് നേടണം, ജോലി സമ്പാദിക്കണം, പണമുണ്ടാക്കണം എന്നതിലപ്പുറം വിദ്യാഭ്യാസത്തിന് ലക്ഷ്യമോ മാനദണ്ഡമോ ഇല്ലാതായി. ഇതുകൊണ്ട് അതുപോലെ തന്നെ സീറ്റ് കിട്ടാത്തതിനും പഠിക്കാൻ കഴിയാത്തതിനും പരീക്ഷയിൽ തോറ്റതിനും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. സർക്കാർ ഇതിനെല്ലാം കണ്ട പരിഹാരം ലോൺ കൊടുക്കാമെന്നാണ്. പക്ഷേ അതുകൊണ്ട് ആത്മഹത്യ വൈകി നടക്കുമെന്നതാണ് അതിനുണ്ടാകുന്ന പരിണിത ഫലം. പക്ഷേ സ്റ്റുഡൻസ് ലോണിന് ഇൻട്രസ്റ്റ് ഒഴിവാക്കണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നാൽ അല്പം ആശ്വസിക്കാം വിദ്യാർത്ഥികൾക്ക്. ഗവൺമെന്റ് വലിയ സംഖ്യ IMF-ലേക്കും വേൾഡ് ബാങ്കിലേക്കും പലിശ ഇനത്തിൽ അടക്കണം. ഉൽപാദനപരമല്ലാത്ത പൊതുമേഖലയെ സ്തംഭിപ്പിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തികളെയും പലതരത്തിലുള്ള ലോണുകളിലും കണക്കടിലും അകപ്പെടുത്തി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുന്നു. തൽഫലമായി കൂട്ടാത്മഹത്യകൾ പെരുകുന്നു. മാത്രമല്ല, ഇവിടെ എടുത്തു പറയേണ്ടുന്ന വിദ്യാഭ്യാസ രംഗത്തിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടുന്ന സംഗതി മലബാറിനെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വികസന രംഗത്തെ സർക്കാർ അവഗണിക്കുന്നു എന്നതാണ്.
മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അലിഗഡ് ക്യാമ്പസ് നീട്ടിക്കൊണ്ടുപോകുന്നതും ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ +2 സീറ്റ് മതിയാകാതെ വരുന്നതും അതിനുള്ള തെളിവുകളാണ്. മാത്രവുമല്ല, കോളേജ് തലത്തിലും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതഭീകരതയേക്കാൾ മതേതര ഭീകരതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് KSUSFI പോലെയുള്ള സംഘടനകൾ ഭൂരിപക്ഷമുള്ള കോളേജുകളിൽ SIO പ്രവർത്തകർ താലിബാനിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ വർഗീയ സംഘടനകളും വർഗ സംഘടനകളും നടക്കുന്നുണ്ട്. മതങ്ങളുടെ പേരിലാണെങ്കിൽ അത് വർഗീയ സംഘടനവും, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണെങ്കിൽ അത് വർഗ സംഘടനവുമായി മാറുന്നു. പക്ഷേ രണ്ടും ഒരുപോലെ ആപത്താണ്. സംഘടനത്തിലൂടെയല്ല, സമാധാനത്തിലൂടെയാണ് നമ്മൾ സമൂഹത്തിന്റെ നിർമ്മിതി ഉദ്ദേശിക്കുന്നത്. കലാകായിക രംഗവും ഇതുപോലെ തന്നെ അശ്ലീലമാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. നഗ്നതാ പ്രദർശനം തന്നെയാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുരുഷൻ ട്രൗസറും ബനിയനും ധരിക്കുമ്പോൾ സ്ത്രീ അതിനേക്കാൾ ചെറിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കളിക്കളത്തിലിറങ്ങുന്നത്. കളിക്കളത്തിന് പുറത്താകട്ടെ പുരുഷൻ ഫുൾക്കൈ ഷർട്ടും പാൻസും ഷൂവും ഷോക്സും ടൈയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ സ്ത്രീ മിനി സ്കേർട്ടും ജാക്കറ്റും ധരിക്കുന്നു. സ്ത്രീ വിവസ്ത്രയാണ്. സ്വാതന്ത്ര്യം എന്നത് വസ്ത്രത്തിൽ നിന്നുള്ള മോചനമായി ധരിച്ചിരിക്കുന്നു സ്ത്രീ. എവിടെ നിന്നാണ് വളരെ പവിത്രമായ ഭാരതീയ സംസ്കാരത്തിൽ ഇത്തരമൊരു സംസ്കാരം കയറിക്കൂടിയത്? 1492 മുതലാണ് യൂറോപ്പ് അസംസ്കൃത പദാർത്ഥങ്ങൾക്കും കൊള്ളയടിക്കുവാനും വേണ്ടി ഇങ്ങോട്ട് കടന്നു കയറ്റം തുടങ്ങിയത്. പിന്നീട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനും കമ്പോളങ്ങൾ കിട്ടാനുമുള്ള ശ്രമമായി. ഇപ്പോൾ IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും WTOയുടെയും ഗാട്ടിന്റെയും ആണവ കരാറിന്റെയും ആയുധ കരാറിന്റെയും ആസിയാൻ കരാറിന്റെയും രൂപത്തിൽ സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികൾ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകൾ മുഴുവൻ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂല്യങ്ങൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങു നിൽക്കുന്ന സങ്കല്പങ്ങളാണെന്ന ആശയം പടിഞ്ഞാറുനിന്ന് തന്നെ ഇറക്കുമതി ചെയ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിത്തീർന്ന മൂല്യബോധമില്ലാത്ത, ധാർമ്മിക ചിന്തയില്ലാത്ത, സദാചാരബോധമില്ലാത്ത സമൂഹത്തെ സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികൾക്ക് ഇഷ്ടം പോലെ വളച്ചൊടിക്കാൻ സാധിച്ചു. ഇന്ന് ആഗോളവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഉപഭോഗ സംസ്കാരത്തിന്റെയും കമ്പോള സംസ്കാരത്തിന്റെയും അധിനിവേശത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത്രത്തോളം നമ്മുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു ആ സംസ്കാരം. പ്രകൃതിയോട് പോലും നാം ക്രൂരത കാണിക്കുന്നു. മലകൾ തകർക്കുന്നു, നദികൾ വിൽക്കുന്നു, കുളങ്ങൾ നികത്തുന്നു, വയലുകൾ നിരത്തുന്നു. നമ്മുടെ കുടിവെള്ളവും കിടപ്പാടവും ശുദ്ധവായുവും പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വായുവും വെള്ളവും ഭൂമിയും മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തെ സാംക്രമിക രോഗങ്ങളും മാറാവ്യാധികളും പിടികൂടിയിരിക്കുന്നു. സമ്പത്തിനോടുള്ള ആർത്തിയാണ് മനുഷ്യനെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിപ്പിച്ചു തന്നതോ മുതലാളിത്ത സാമ്രാജ്യത്വവും. പരിഹാരമുണ്ടിതിന്. പണത്തിന് അർഹിക്കുന്ന സ്ഥാനം മാത്രം നൽകുക, എല്ലാം ഉപയോഗിക്കുക എന്നതിന് പകരം ഉൽപ്പാദിപ്പിക്കുക എന്ന ആശയത്തിന് മുൻതൂക്കം നൽകുക, സ്വാർത്ഥതയ്ക്ക് പകരം സാമൂഹികതയ്ക്ക് പ്രാധാന്യം നൽകുക, അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്നിവ വേർതിരിക്കുക, കമ്പോളത്തിന്റെ അടിമയാകാതിരിക്കുക, വീട്ടിൽ നല്ലത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒരുക്കുക, ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുക, ആർഭാടം, ദൂർത്ത്, ദുർവ്യയം, പൊങ്ങച്ചം, പിശുക്ക് എന്നിവ ഒഴിവാക്കുക, വിദ്യയിലൂടെ സമൂഹത്തെ സംസ്കരിക്കുക, വിവേകം വിദ്യയിലൂടെ നേടണം, വിവേകത്തിലൂടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി പ്രതികരിക്കുക, സ്ത്രീയുടെ വ്യക്തിത്വത്തിന് അർഹിക്കുന്ന സ്ഥാനം നൽകുക, കുടുംബത്തിൽ, സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ സ്ത്രീകൾക്കേ കഴിയൂ. സത്യത്തോട്, ധർമ്മത്തോട്, നീതിയോട്, സമാധാനത്തോട് സ്ത്രീക്ക് താല്പര്യം വേണം. സമൂഹത്തിൽ അവ നിലനിർത്താൻ അവൾ ശ്രമിക്കണം. സത്യത്തോട് പ്രതിബദ്ധതയുള്ള സമൂഹം രൂപപ്പെടണം. അതാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ള സാമൂഹിക വിപ്ലവം. സ്ത്രീകൾ അവരുടെ അസ്തിത്വവും വ്യക്തിത്വവും പൂർണ്ണമായും പുരുഷനിൽ ലയിപ്പിക്കരുത്. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന സമൂഹത്തെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണം. സ്ത്രീകൾക്ക് പൂർണ്ണമായും സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത, ഒന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്ത, നീതി നിഷേധിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ, പേനയെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇതാണ് നമുക്ക് നിർവഹിക്കുവാനുള്ള സാമൂഹിക വിപ്ലവം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം സ്ത്രീകൾക്ക് എന്ന നിയമം പ്രാബല്യത്തിൽ വന്നതോടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സ്ത്രീ പങ്കാളിത്തത്തിന് പ്രസക്തിയേറിയിരിക്കുകയാണ്. കേവലം റബ്ബർ സ്റ്റാമ്പുകളായി മാറാതെ സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ വളരണം. സംവരണ സീറ്റുകളല്ലാത്ത ജനറൽ സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ വലതുപക്ഷ പാർട്ടികൾ വിമുഖത കാണിക്കുന്നു എന്നത് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ്. ചിന്താപരവുമായ വിദ്യാഭ്യാസപരമായ ശക്തി നേടിയെടുക്കണം സ്ത്രീകൾ. അവർക്ക് മനക്കരുത്ത് നേടിയെടുക്കണം സ്ത്രീകൾ. വൈജ്ഞാനിക വളർച്ചയും
സ്വതന്ത്ര ചിന്തയും ആദർശാടിത്തറയുമുള്ള ഒരു സ്ത്രീ സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഭാവി തലമുറയെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ള സാമൂഹിക വിപ്ലവം. മുസ്ലിം സ്ത്രീ പരമ്പരാഗതമായി അടിച്ചമർത്തപ്പെട്ടു വെച്ചിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് തങ്ങളുടെ ശബ്ദം നഷ്ടപ്പെട്ടു. അവർ പല രംഗത്തു നിന്നും പിന്നാക്കം പോയി. പ്രവാചക കാലഘട്ടത്തിൽ സ്ത്രീക്ക് മഹത്തായ സ്ഥാനം നൽകപ്പെട്ടു. വിവാഹത്തിൽ സ്ത്രീയുടെ അനുവാദം ചോദിക്കുക, ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, വിവാഹമോചനത്തിന് ഫസ്ത്, ഖുലി എന്നീ രണ്ടധികാരങ്ങൾ സ്ത്രീകൾക്ക് നൽകി. പുനർവിവാഹത്തിനുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കുവാനും വിനിമയം ചെയ്യുവാനുള്ള അവകാശം, അനന്തര സ്വത്തിൽ അവകാശം, ആരാധനാ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം, യുദ്ധവേളകളിലും ആതുര ശുശ്രൂഷ രംഗത്തും അവർക്ക് അവസരം നൽകി. ഇങ്ങനെ പ്രവാചകൻ സ്ഥാപിച്ച സമൂഹത്തിന്റെ മഹത്തായ പാരമ്പര്യം അതായിരുന്നു. ഖുർആൻ സാധിച്ച വിപ്ലവം അതായിരുന്നു. പക്ഷേ ദീർഘകാലം ഈ പാരമ്പര്യം തുടർന്നില്ല. കാലാന്തരത്തിൽ മുസ്ലിം സ്ത്രീകൾ പിന്നാക്കം തള്ളപ്പെട്ടു. ദീർഘകാലമായി മുസ്ലിം സ്ത്രീ അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയിൽ നിന്ന് അവളെ കൈപിടിച്ച് ഇസ്ലാം അനുധാവനം ചെയ്യുന്ന പവിത്രമായ മഹനീയമായ അവളുടെ സ്ഥാനത്തേക്ക് അവളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ള സാമൂഹിക വിപ്ലവം. എന്നാൽ യൂറോപ്യൻ സമൂഹത്തിലുള്ളതുപോലെ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത് പോലെയുള്ള സ്ത്രീ പുരുഷ സംഘടനത്തിന്റെ പ്രവണതയല്ല ഇസ്ലാമിലുള്ളത്. സ്ത്രീയും പുരുഷനും പങ്കാളിത്ത ജീവിതം നയിക്കേണ്ടവരാണ്, പ്രതിയോഗികളല്ല. പരസ്പരം സ്പർദ്ധയോടെയല്ല, സഹകരണത്തോടെയാണ് ഇരുവരും മുന്നോട്ട് പോകേണ്ടത്. അവർ ഇണകളാണ്, സൗജാണ്. അവർ പരസ്പരം വസ്ത്രം പോലെയാണ്. ഈ വീക്ഷണമാണ് സമൂഹത്തോട് നമുക്ക് അവതരിപ്പിക്കുവാനുള്ളത്. ഇങ്ങനെ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നും, സാമൂഹിക ദുരവസ്ഥകളിൽ നിന്നും, സാമ്പത്തിക അസമത്വങ്ങളിൽ നിന്നും, സാമൂഹിക അസമത്വങ്ങളിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, പ്രത്യാശ